സ്നേഹമുള്ളവരെയും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്കുകളാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെയും, നമ്മൾ 2 ദിവസമായി ഇത് വായിച്ചു. ഇതിൻ്റെ ജനറലായിട്ടുള്ള വലിയ പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. നമുക്ക് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ഒന്നുകൂടി കേൾക്കാം. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കൽപ്പന കൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനും ഉദ്ദേശിക്കുന്നു. അർദ്ധപ്രാണനായി ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ ഉപമയിൽ കർത്താവ് അത് കാണിച്ചു. നമ്മുടെ കാരുണ്യം പ്രവൃത്തി ആവശ്യമായിരിക്കുന്ന എല്ലാവരും നമ്മുടെ അയൽക്കാരാണെന്ന് പഠിപ്പിച്ചു. ആരാണ് നമ്മുടെ അയൽക്കാരൻ? നമ്മുടെ കാരുണ്യ പ്രവൃത്തി ആവശ്യമായിരിക്കുന്ന എല്ലാവരും. നിന്നെ വെറുക്കുന്നവന് നന്മ ചെയ്യുക എന്നും അവിടെ നിന്ന് പറയുന്നു. കാരുണ്യ പ്രവൃത്തി ആർക്കും നിഷേധിക്കരുതെന്നർത്ഥം. കാരുണ്യ പ്രവൃത്തി ആർക്കും നിഷേധിക്കരുതെന്നർത്ഥം. വീണ്ടും വിശുദ്ധ അഗസ്തീനോസ്, പഴയ നിയമത്തിന്റെ കീഴിൽ ഫരിസേയരുടെ നീതിക്ക് പല തലങ്ങളുണ്ടായിരുന്നുവെന്ന് ഇവിടെ കാണാം. സ്നേഹിക്കുന്നവരെ പോലും അനേകർ വെറുത്തിരുന്നു. ശത്രുവിനെ വെറുക്കുന്നുണ്ടെങ്കിലും അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ 1 ഡിഗ്രി ഉയർന്നിട്ടുണ്ട്. നിന്റെ ശത്രുവിനെ വെറുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നീതീകരിക്കത്തക്ക കൽപ്പനയായിട്ടല്ല, ദുർബലർക്ക് നൽകുന്ന ആനുകൂല്യമായിട്ട് വേണം കരുതാൻ. വിശുദ്ധ അഗസ്തീനോസ് തുടരുന്നു, നിന്റെ ശത്രുവിനെ നീ വെറുക്കണം എന്ന് പണ്ട് അവർ പറഞ്ഞത് മോശയുടെ നിയമത്തിന്റെ പ്രത്യേകതയായിട്ടാണോ? മനിക്കേന്മാരോട് ചോദിക്കുകയാണ്. ദൈവത്തെ വെറുക്കുന്ന ചിലരെ പറ്റി പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടില്ലേ? ദൈവത്തെ വെറുക്കുന്ന മനുഷ്യരെയാണ് ശ്ലീഹ പറഞ്ഞത്. നമ്മുടെ ശത്രുക്കളെ വെറുക്കണമെന്ന് നാം മനസ്സിലാക്കണമോ? ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവത്തിന്റെ മാതൃക നാം സ്വീകരിക്കണം. തുടർന്ന് വിശുദ്ധ അഗസ്തീനോസ്, തിന്മയുള്ള ശത്രുവിനെ വെറുക്കുന്നതിനെ സംബന്ധിച്ച നിയമം ഇവിടെയുണ്ട്. അവനിലുള്ള നന്മ അനുസരിച്ച് അവനെ സ്നേഹിക്കണം. പണ്ടുള്ളവരോട് ഇത് പറഞ്ഞു, പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല. അവർ തിന്മയെ മാത്രമായിരുന്നു എതിർക്കേണ്ടത്, എന്നിട്ട് മനുഷ്യരെ വെറുക്കാൻ ധൃതി കൂട്ടി. പഴയ നിയമത്തിൽ, മോശയുടെ നിയമത്തിൽ പറയുന്നുണ്ട് തിന്മ ഉള്ള ശത്രുവിനെ വെറുക്കുന്നതിനെ സംബന്ധിച്ച്. ശത്രുവിനെ വെറുക്കുക സംബന്ധിച്ച നിയമം ഇവിടെയുണ്ട്. അവനിലുള്ള നന്മയനുസരിച്ച് അവനെ സ്നേഹിക്കണം. പണ്ടുള്ളവരോട് ഇത് പറഞ്ഞു, പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടോ? വെളിവ് കിട്ടണം, പ്രകാശം കിട്ടണം. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീനടിയാരകില താരമതാം വെളിവും നീ. അതാണ്, നമുക്കൊരു വെളിവ് വേണം. ഇവിടെ പറയുന്ന ഒരു പ്രധാന രഹസ്യം ഇതാണ്. അവർ തിന്മയെ മാത്രമായിരുന്നു എതിർക്കേണ്ടത്, മനുഷ്യരെ വെറുക്കാൻ ധൃതി കൂട്ടി. ഒരു മനുഷ്യനിൽ ഒരു തിന്മയുണ്ടെങ്കിൽ ആ മനുഷ്യനെ അല്ല വെറുക്കേണ്ടത്, ആ തിന്മയെയാണ്. അപ്പൊ അതാണ് മറ്റൊരു കാര്യം. പാപിയും പാപവും രണ്ടും വേറെയാണ്. നമ്മളുടെ കണ്ണിൽ ഒരാൾ പാപിയാണ്, എന്തുകൊണ്ട്? അയാൾ പാപം ചെയ്യുന്നു. ഇപ്പൊ വ്യഭിചാരിണി, ആ വ്യഭിചാരം എന്ന പാപം അവളിൽ ഉള്ളത് കൊണ്ട് അവൾ പാപം ചെയ്യുന്നു. നമുക്ക് സാധിക്കുമോ അവളെ രണ്ടായിട്ട് കാണാൻ?
അവളിലുള്ള പാപത്തെ മാറ്റി കാണുക, അവളിലുള്ള വ്യക്തിയെ മാറ്റി കാണുക. ഇവിടെ നമ്മൾ വിജയിക്കും. നിന്റെ ശത്രുക്കളെ എതിർക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവ് ഇത് തിരുത്തുന്നു. നിയമം ഇല്ലാതാക്കാനല്ല, നിറവേറ്റാണ് ഞാൻ വന്നതെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ശത്രുക്കളെ സ്നേഹിക്കാൻ കൽപ്പിച്ചു. നാം സ്നേഹിക്കുന്നവരെ അവരുടെ പാപം മൂലം വെറുക്കുകയും മനുഷ്യ പ്രകൃതി മൂലം സ്നേഹിക്കുകയും വേണം. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞത് തന്നെ വ്യാഖ്യാനം. എന്നാൽ നിയമത്തിൽ ഒരിടത്തും നീ ശത്രുവിനെ വെറുക്കണമെന്ന് എഴുതിയിട്ടില്ലെന്നറിയണം. അത് നിയമപണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്. അത് നിയമത്തിന്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കണമെന്ന് അവർ വിചാരിച്ചു. എന്തെന്നാൽ ശത്രുക്കളെ പിന്തുടരാനും ആകാശത്തിനും കീഴിൽ നിന്ന് അമലേക്കിനെ തകർക്കാനും കർത്താവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ്, നീ ആസക്തനാകരുത് എന്നത് ശരീരത്തെ പറ്റി പറഞ്ഞതല്ല, ചൈതന്യത്തെ പറ്റി പറഞ്ഞതാണ്. ശരീരത്തിന് ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല, ചൈതന്യത്തിന് കഴിയും. അതാണ്. എന്തെന്നാൽ ശരീരത്തിന്റെ സ്നേഹവും വെറുപ്പും ഇന്ദ്രിയത്തിലാണ്. ശരീരത്തിന്റെ സ്നേഹവും വെറുപ്പും ആന്തരിക ഇന്ദ്രിയത്തിലാണ്. എന്നാൽ ചൈതന്യം മനസ്സിലാക്കലിലാണ്. ചൈതന്യം മനസ്സിലാക്കലിലാണ്. നമ്മെ ദ്രോഹിച്ചവനോട് നമുക്ക് വെറുപ്പ് തോന്നുകയും ആ തോന്നലനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ശത്രുവിനെ വെറുക്കുന്നുവെന്നും ആത്മാവ് അവനെ സ്നേഹിക്കുന്നുവെന്നും അറിയുക. അപ്പോൾ ആത്മാവ് നമ്മളെ സഹായിക്കും. വിശുദ്ധ ഗ്രിഗറി, അപ്പോൾ ശത്രുവിനോടുള്ള സ്നേഹം അറിയാൻ കഴിയുന്നത് അവന്റെ വിജയത്തിൽ ദുഃഖിക്കാതിരിക്കുകയും വീഴ്ചയിൽ സന്തോഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. കൂടുതൽ നല്ലവനാകരുതെന്ന് നമ്മൾ കരുതുന്നവനെ ദുഷ്ടചിന്തകളോടെ നമ്മൾ പിന്തുടരുന്നു, അവന്റെ ഉയർച്ചയെ വെറുക്കുന്നു. എന്നാൽ സ്നേഹം ബലി കഴിക്കാതെ തന്നെ ശത്രുവിന്റെ വീഴ്ച പലപ്പോഴും സന്തോഷിപ്പിക്കും. ശത്രുവാണെന്ന് സംശയമൊന്നുമില്ലെങ്കിലും അവന്റെ ഉയർച്ച നമ്മെ ദുഃഖിപ്പിക്കും. ഉദാഹരണത്തിന്, അവന്റെ വീഴ്ച യോഗ്യതയുള്ള ഒരുവന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ വിജയം കൊണ്ട് ആരെങ്കിലും അർഹതയില്ലാത്ത മാനസിക വിഷമം അനുഭവിക്കുമ്പോൾ. എന്നാൽ വേർതിരിച്ചറിയലിന്റെ കൃത്യമായ അളവ് പാലിക്കണം. മറ്റുള്ളവന്റെ നേട്ടത്തിൽ സംശയകരമായ നാട്യം മൂലം നാം അത് ഒളിച്ചു വെക്കരുത്. ഒരു പാപിയുടെ വീഴ്ച നാം എത്രമാത്രം കാണണമെന്ന്, അത് നിത്യവിദ്യാളന്റെ നീതിക്ക് എത്ര യോജിച്ചതാണെന്നും നമ്മൾ സന്തുലിതമായി ചിന്തിക്കണം. എന്തെന്നാൽ സർവശക്തൻ ഒരു കഠിന പാപിയെ അടുക്കുമ്പോൾ നാം പെട്ടെന്ന് ന്യായാധിപൻ എന്ന നിലയിലുള്ള അവിടുത്തെ നീതിയെ മഹത്വപ്പെടുത്തണം. നശിക്കുന്നവരുടെ സഹനം അനുഭവിക്കണം. വ്യാഖ്യാനം: സഭയ്ക്കെതിരെ നിലകൊള്ളുന്നവർ സഭയെ 3 വിധത്തിൽ എതിർക്കുന്നു: വെറുപ്പ് കൊണ്ട്, വാക്കുകൾ കൊണ്ട്, ശാരീരിക പീഡനങ്ങൾ കൊണ്ട്. നേരെമറിച്ച് സഭ അവരെ സ്നേഹിക്കുന്നു. ഇവിടെ നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക, നിന്നെ പീഡിപ്പിക്കുകയും തെറ്റായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ജെറോം: അനേകർ ദൈവകൽപ്പനകളെ വിശുദ്ധരുടെ ശക്തി കൊണ്ട് അളക്കാതെ സ്വന്തം ദൗർബല്യം അനുസരിച്ച് അളക്കുന്നു. അതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കൽപ്പനകൾ പാലിക്കുക അസാധ്യമാണെന്ന് പറയുന്നു. ശത്രുക്കളെ വെറുക്കാതിരിക്കുന്നത് തന്നെ പുണ്യമാണെന്ന് പറയുന്നു. എന്നാൽ അവരെ സ്നേഹിക്കുക എന്നത് മനുഷ്യപ്രകൃതിക്ക് അനുസരിക്കാനാവാത്ത കൽപ്പനയാണെന്ന് പറയാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം: ക്രിസ്തു അസാധ്യതകൾ മാത്രമല്ല, പൂർണ്ണതയും കൽപ്പിക്കുന്നു. അത്തരത്തിലുള്ളതായിരുന്നു ദാവീദിന് സാവൂളിനോടും അബ്സലോമിനോടും ഉണ്ടായിരുന്നു. രക്തസാക്ഷിയായ സ്റ്റീഫനും തന്റെ കല്ലെറിയുന്ന ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പൗലോസ്ലീഹ തന്റെ പീഡകരെ പ്രതി ശപിക്കപ്പെട്ടവനാകാൻ ആഗ്രഹിച്ചു. യേശു പഠിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. വിശുദ്ധ അഗസ്തീനോസ്: പൂർണ്ണതയുള്ള ദൈവമക്കളുടെ മാതൃകകളാണിവ. എന്നാലും ഓരോ വിശ്വാസിയും ഇതിനെ ലക്ഷ്യം വെക്കണം. ദൈവത്തോടുള്ള പ്രാർത്ഥന വഴിയും തന്നോട് തന്നെ പൊരുതിയും തന്റെ മാനുഷിക ചൈതന്യത്തെ ഈ പ്രകൃതിയിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കപ്പെടുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന
എല്ലാ ജനസമൂഹങ്ങൾക്കും മഹത്തായ ഈ അനുഗ്രഹം നൽകപ്പെട്ടിട്ടില്ല. തുടർന്ന് വിശുദ്ധ അഗസ്തീനോസ് ഇവിടെ ഒരു ചോദ്യമായിരുന്നു. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്ന കർത്താവിന്റെ ഈ കൽപ്പന വിശുദ്ധ ലിഖിതത്തിന്റെ മറ്റനേകം ഭാഗങ്ങൾക്ക് എതിരാണെന്ന് തോന്നുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ അനേക പ്രാവശ്യം ശത്രുക്കളെ ശപിക്കുന്നതായി കാണുന്നുണ്ട്. 108 സങ്കീർത്തനത്തിൽ എന്നതുപോലെ അവന്റെ മക്കൾ അനാഥരാകട്ടെ. 109 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഭയാനകമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലൊരു സഹോദരി ചോദിച്ചു, ബ്രദറെ, ഈ സങ്കീർത്തനങ്ങളെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന് പറയുന്നു, എന്നാൽ ഇതെന്താ ഇവിടെ ഇങ്ങനെ എഴുതിയേക്കണം, അവന്റെ മക്കൾ അനാഥരാകട്ടെ, അവൻ നശിക്കട്ടെ എന്നൊക്കെ എഴുതിയിരിക്കണം. എന്താ അപ്പൊ അത് യൂദാസിനെ കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യം തന്നെ വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് ഈ 109 സങ്കീർത്തനത്തിലാണത്. എന്നാൽ ഒരു കാര്യം അറിയണം, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകർ പ്രാർത്ഥനയുടെയോ ആഗ്രഹത്തിന്റെയോ രൂപത്തിൽ മുൻകൂട്ടി പറയാറുണ്ട്. ഇത് കൂടുതൽ ഭാരമുള്ള പ്രയാസമുണ്ടാക്കുന്നു. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, മരണാർഹമായ പാപമുണ്ട്, അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. യോഹന്നാൻ 5:16. പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടാത്ത സഹോദരന്മാരുണ്ടെന്ന് ഇങ്ങനെ വ്യക്തമായി കാണിക്കുന്നു. അതിനു മുമ്പ് പറഞ്ഞത്, മരണാർഹമല്ലാത്ത പാപം സഹോദരർ ചെയ്യുന്നത് കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ്. വീണ്ടും വിശുദ്ധ അഗസ്തീനോസ്, എന്നാൽ പീഡിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കൽപ്പിക്കുന്നു. ശത്രുക്കളുടെ പീഡനത്തെക്കാൾ ഗൗരവപൂർവമായ ചില പാവങ്ങൾ സഹോദരന്മാരിലുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാവുകയുള്ളൂ. അങ്ങനെ സ്റ്റീഫൻ തന്നെ കല്ലെറിയുന്നവന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അവർ ഇനിയും ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പൗലോസ് അപ്പസ്തോലൻ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അയാൾ അദ്ദേഹത്തിന്റെ സഹോദരനാണെങ്കിലും 2 തിമോത്തി 4:14 അയാൾ അസൂയ മൂലം സഹോദര്യത്തെ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കേണ്ടാത്തവനെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. അപ്പോൾ വിശുദ്ധർ എതിരെ പ്രാർത്ഥിച്ചവരെ കുറിച്ച് നാം എന്ത് പറയണം? അവർ തിരുത്തപ്പെടണമെന്ന് പ്രാർത്ഥിച്ചില്ല. കാരണം അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവരുടെ നിത്യനാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിനെ ഒറ്റിക്കൊടുത്തവനെതിരെ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ അല്ല. കാരണം അത് ഭാവിയെ പറ്റിയുള്ള പ്രവചനമാകും, ശിക്ഷ നൽകാനുള്ള പ്രാർത്ഥനയല്ല. എന്നാൽ വെളിപാട് ഗ്രന്ഥത്തിൽ ശിക്ഷകരോട് പ്രതികാരം ചെയ്യണമെന്ന് രക്തസാക്ഷികൾ പ്രാർത്ഥിച്ചു. എന്നാൽ ഇത് നമ്മെ ബാധിക്കുന്നതായി കരുതരുത്. അവർ ആ വ്യക്തികൾക്ക് വേണ്ടിയാണ്, പാപത്തിന്റെ രാജ്യത്തിനെതിരായിട്ടല്ല പ്രവർത്തിച്ചതെന്ന് ആർക്കും പറയാൻ ധൈര്യമുണ്ടാകും. എന്നാൽ രക്തസാക്ഷികളുടെ നീതിപൂർവകവും കാരുണ്യപൂർവകവുമായ പ്രതികാരമായിരിക്കും പാപത്തിന്റെ രാജ്യത്തെ തകർക്കാൻ തന്നെ. അതിന്റെ തുടർച്ചയിൽ അവർ ഈ തിന്മകൾ സഹിച്ച് അത് തകർക്കപ്പെടുന്നത് ചിലരെ തിരുത്തിക്കൊണ്ടും പാപത്തിൽ ജീവിക്കുന്നവരെ ശപിച്ചുകൊണ്ടുമാണ്. പൗലോസ് തന്റെ ശരീരത്തിൽ തന്നെ സ്റ്റീഫനെതിരായി പ്രതികരിച്ചതായി തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നു, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ്. കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ പ്രതികാരം ചെയ്യപ്പെടാൻ വിളിച്ചു കരയുന്നു. ആബേലിന്റെ രക്തം മണ്ണിൽ കിടന്ന് ശബ്ദം കൂടാതെ വിളിച്ചു കരഞ്ഞതുപോലെ ജോലിക്കാരൻ ചെയ്യപ്പെട്ട ജോലിയിൽ സന്തോഷിക്കുമ്പോൾ സ്വയം പ്രശംസിക്കുന്നു. നിശ്ചിത സമയത്ത് സംഭവിക്കുമെന്ന് അറിയുന്നതിനെ കുറിച്ച് നിർബന്ധിക്കാൻ വിശുദ്ധർക്ക് ക്ഷമയില്ലാത്തവരല്ല ക്രിസ്തുസ്തും പിതാവ്. ഏത് പടികളിലൂടെയാണ് നാം ഇവിടം വരെ കയറിയതെന്ന് ശ്രദ്ധിക്കുക. അവിടുന്ന് സൽഗുണത്തിന്റെ കൊടുമുടിയിൽ സ്ഥാപിച്ചത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ പടി ഇതാണ്, ആരെയും ദ്രോഹിക്കാൻ തുനിയരുത്. രണ്ടാമത്തെ പടി ഇതാണ്, നമുക്കെതിരെ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യുമ്പോൾ തുല്യമായത് നൽകി പ്രതികരിച്ചത് കൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടാക്കും. അതാണ് കണ്ണിന് പകരം കണ്ണ് മാത്രമേ എടുക്കാവൂ. മൂന്നാമത്തെ പടി ഇതാണ്, നാം സഹിച്ചതിന് ഒട്ടും പ്രതികാരം ചെയ്യാതിരിക്കുക, അത് സഹിക്കുക. നാലാമത്തെ പടി ഇതാണ്, തന്നെ തിന്മ അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക,
അഞ്ചാമത്തെ പടി ഇതാണ്: പീഡകൻ തരാൻ ഉദ്ദേശിക്കുന്ന പീഡനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ തയ്യാറാകുക. ആറാമത്തെ പടി ഇതാണ്: അത്തരം പീഡനങ്ങൾ നൽകുന്നവരെ വെറുക്കാതിരിക്കുക. ഏഴാമത്തെ പടി ഇതാണ്: അവനെ സ്നേഹിക്കുക. എട്ടാമത്തെ പടി ഇതാണ്: അവനു വേണ്ടി പ്രാർത്ഥിക്കുക. കൽപ്പന മഹത്തായതുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട പ്രതിഫലവും മഹത്തായിരിക്കും. അതായത് ദൈവത്തെ പോലെ ആയിരിക്കുക. നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ പുത്രരായിരിക്കും. അപ്പോൾ ഈ 8 പടികളിലൂടെ നമ്മൾ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനകളും എന്തെല്ലാം അനുഷ്ഠാനങ്ങളും ചെയ്താലും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട രഹസ്യം ഇതാണ്: ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ പുത്രരായിരിക്കും. വിശുദ്ധ ജെറോം. എന്തെന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ആരും ദൈവത്തിൻ്റെ പുത്രനായി തീരും. ഇവിടെ പറയുന്നവർ തൻ്റെ പുത്രന്റെ പ്രകൃതി മൂലമല്ല, തൻ്റെ മനസ്സ് മൂലമാണ് അങ്ങനെയാകുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മളിവിടെ നിർത്തേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ നിർണായകമായ വളരെ പ്രത്യേകമായ ഈ ഭാഗത്തെ പ്രാർത്ഥനാപൂർവം മനസ്സിലാക്കണം. ഒന്ന്, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ സ്വഭാവം മാറും. അങ്ങനെ നമുക്ക് അവരെ കൂടുതൽ സ്നേഹിക്കാൻ എളുപ്പമാകും. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.